ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ നമ്മൾ കുറെ ലേസും പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഗൈസ്, ഒടുക്കത്തെ മഴ കാരണം നമ്മളിപ്പോൾ കുറെ ലേസും കുറെ ലേസും പിന്നെന്തുവാ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് ഈ മഴയത്ത് നല്ലൊരു ഈവനിങ് സ്നാക്ക്. നല്ല മഴയായപ്പോ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തോന്നി ഗൈസ്. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം വൈറലായിട്ടുള്ള ഇൻസ്റ്റ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇല്ല പിന്നെ പറ്റത്തില്ല. ഒന്നൂടെ പറയാം ഗൈസ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റയില് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നൂടെ ഗൈസ്. അപ്പൊ ഇൻസ്റ്റയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വൈറൽ IPL സ്നാക്ക്. ഓക്കെ, ഉണ്ടാക്കാം. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. മഴയൊക്കെ അല്ലയോ, അപ്പൊ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. ഗൈസ്, അപ്പൊ നമ്മൾ ആദ്യം മാഗിയാണ് പൊട്ടിക്കാൻ പോകുന്നത്. പൊട്ടിക്കല്ല, അത് നമ്മൾ ഇടിച്ച് പൊടിക്കാൻ പോകണം. ഓക്കെ, നമുക്ക് മാഗി റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അത് പൊടിക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ മാഗി റോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോ മാഗി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി കാണിക്കാം. ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം ഗൈസ്. എന്നിട്ട് വേണം എന്തുവാ ചോപ്പ വരയും. അല്ല, എന്നിട്ട് വേണം എന്തുവെന്ന് പറയാം. എന്നിട്ട് നമ്മൾ പിന്നെ സോസ് ഒക്കെ ഒഴിച്ച് നല്ല പെരട്ടി മസാല ഒക്കെ ഇട്ട് പെരട്ടി സ്ലാങ് ഭയങ്കരമായിട്ട് കുഴപ്പമില്ല. ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ മാഗി റോസ്റ്റ് ചെയ്തെടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ ചോക്കോ വരയ്ക്കുന്ന സൗണ്ട് കാണും. നമ്മുടെ സൗണ്ട് കേട്ടിടാം. ഓക്കെ, ഇത് സെറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എങ്ങനെ ഇത് ചെറുതായിട്ട് നാക്കി എടുത്താൽ പോരെ? അല്ല, ഒരു ബ്രൗൺ കളർ. ഒരു ബ്രൗൺ കളർ ആകുമ്പോ ഗൈസ്. അപ്പൊ ദാണ്ടെ ഇത് അടിയിലുള്ള കുറച്ച് ഭാഗം മാത്രം റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്ര മതി. റോസ്റ്റ് ആവുന്നില്ല. ഇത്ര മതി അല്ല, ഇത്ര മതി. ഫുള്ള് റോസ്റ്റ് ആവണം, ഇല്ലെങ്കിൽ പച്ച അടിക്കും. കുഴപ്പമില്ല. ഓക്കെ, ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കരിയാൻ ചാൻസ് ഉണ്ട്. അടി കിടക്കുന്ന മാത്രം. ഇപ്പൊ നമ്മുടെ മാഗി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത്ര മതി. റോസ്റ്റ് ചെയ്ത കരിഞ്ഞു. അതെ. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് റോസ്റ്റ് ചെയ്ത് മാറ്റുവാണ്, ഇല്ലയോ? ഇത് നമ്മള് മിക്സ്ചറിലേക്ക് കടക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ഇനി അതിനകത്ത് ഇടാനുള്ള കുറച്ച് തക്കാളിയും മല്ലിയിലയും നാരങ്ങയും പിന്നെ സവാളയാണ് ഞാൻ എടുക്കാൻ പറഞ്ഞു. സവാളയും കൂടി ഇട്ട് ഇനി ഇതെല്ലാം കൂടെ അരിഞ്ഞൊന്ന് റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ അതാണ്ട് നമ്മള് വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നാരങ്ങ, മല്ലിയില, തക്കാളി, സവാള, ഇതൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് മറ്റേ റൈസ് എല്ലാം കൂടിയിട്ടുള്ള മിക്സ് ചെയ്യുന്ന ആ സംഭവം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് വന്നേക്കുന്നത് വെച്ചാൽ മാഗിയാണ് ഗൈസ്. മാഗിയും സോസുമാണ് ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഗൈസ്, അപ്പം ലേസും ഇതെന്തും പിന്നെ കുർക്കുറയും പിക്കാച്ചു എന്ന് പറയുന്ന ഒരു ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, ബാ ഗൈസ്. അപ്പോൾ ഇനിയാണ് മെയിൻ നമ്മുടെ പരിപാടി. ഓക്കെ, ഞാൻ എല്ലാം ഇടണോ എനിക്ക്? അഥവാ ഇത് ടേസ്റ്റ് ഒത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം ഇടാം. ഓക്കെ, നമുക്ക് ആദ്യം ഇതാണോ? ആദ്യം നമുക്ക് സോസ് കഴിക്കാം. ഓക്കെ, മറ്റേ മസാലയൊക്കെ ഇടണം. ഞാൻ നേരത്തെ ഇടാന്ന് നിക്ക് വെയിറ്റ്. അപ്പൊ ആദ്യം നമുക്ക് സോസ് ചെയ്ത് ഞാൻ വന്നപ്പോഴേ പൊട്ടിച്ച് കുറച്ച് കുടിച്ചു. അപ്പൊ ആദ്യം എന്താണ്ട് ഞാൻ ഇതുപോലെ ഒരു നല്ല കുഴിഞ്ഞ പാത്രം എടുത്തേക്കണേ. അപ്പൊ ആദ്യം ഞാൻ സോസ് ഒഴിക്കാം. ഓക്കെ, ഇനിയുണ്ട്. ഓക്കെ,
ഇത് കറക്റ്റ് കിട്ടുന്നില്ല. ഇങ്ങനെ എന്നാലും പറ്റും തോന്നുന്നു. അപ്പൊ ഞാൻ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാഗി മസാല ഇടാവേ. ഞാൻ മാഗി എന്ന് പറഞ്ഞിട്ട് സോറി, ഞാൻ മാഗി എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്ന ഇപ്പിയാണ്. എനിക്ക് ഇപ്പിയാണ് ഇഷ്ടം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇപ്പിയാണ് ഇഷ്ടം. ഞാൻ ഇപ്പിയുടെ മസാലയാണ് ഇടുന്നത്. നിങ്ങൾക്കാണെങ്കിൽ മാഗി വാങ്ങാം. യുവർ ചോയ്സ്. ഇതാക്കാൻ മതി ഇല്ലേ? ഇങ്ങനെ അധികം കാണിച്ചത് ഇല്ലയോ? ഞാൻ വീഡിയോയില് കണ്ടത് ഇങ്ങനെയാണ്. നമ്മള് വീഡിയോ ട്രൈ ചെയ്യാത്തവരൊക്കെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യും. വീഡിയോ കണ്ടു, നമ്മൾ അതുപോലെ ചെയ്യുന്നു. എനിക്ക് മസാല ഭയങ്കര ഇഷ്ടമാണ്. അതെ, പച്ചക്ക് തിന്നാൻ പൊളിയാണ്, അടിപൊളിയാണ്. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മാഗിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മള് റോസ്റ്റ് ചെയ്തെടുത്ത സാധനം, അത് ഗൈസ്. അടുത്തതാണ്ട് ഈ ഒരു സാധനമാണ് കുറച്ച് കരിഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഈ ഒരു ബ്രൗൺ കളറില് ശരിക്കും കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ എന്റെ ഫേവറേറ്റ്. ഇവിടെ 6 ഞാൻ വാങ്ങിച്ച്. കുറൂറ 2 വാങ്ങി, കൂടുതൽ ലേസ് ഇഷ്ടം. ഇനി അതാ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറൂറൈ പൊട്ടാം. ഗൈസ്, പിന്നെ ഒരു കാര്യം, എന്റെ സ്ലാങ് കുറച്ച് പ്രശ്നം കാണും. ഇനി എല്ലാ വീഡിയോസിനകത്തും എനിക്ക് ഞാൻ പറയുന്ന എന്തിനും തെറ്റ് വരുമായിരിക്കും. പക്ഷെ പറയുന്ന ചിലപ്പോ തിരിഞ്ഞു പോയി എനിക്ക്. അത് സീനില്ല പൊട്ടിച്ചിട്ട് അല്ല, അത് അതിനകത്തിട്ട് കഴിക്കാവേ. കൊതി ഓക്കെ, അടുത്തിട് പൊട്ടിച്ചിട്ട് എന്തോ ലേസ് ടൊമാറ്റോ. പഴയ ടൊമാറ്റോ അല്ലേ, ഇതിപ്പോ പുതിയ കളറുള്ള ടൊമാറ്റോ. മറ്റേ നല്ല ഡാർക്ക് റെഡ് ആയിരുന്നു. ഇനി പച്ച ഒനിയൻ ആൻഡ് പൊട്ടറ്റോ. അല്ല, ഇത് പച്ചയാണ് ഫ്ലേവർ. ഇതേതാ? എനിക്കറിയത്തില്ല. ഗാർലിക് ആണ്. ഞാൻ ഭയങ്കര ലേസ് അടിച്ചാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത കുറുക്കുറ പറഞ്ഞാൽ മതിയടി. അതിട്ടോ ടൊമാറ്റോ ഇട്ടോ, എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാലേ ഇതെന്നെ ധാരാളം. അത് തന്നെ എടുക്കാം, ബാക്കി മാറ്റിക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. സോറി, ഇതിന്റെ കൂടെ നമ്മുടെ വെജിറ്റബിൾ ഉണ്ട് ഗൈസ്. അപ്പം വെജിറ്റബിൾ പോരട്ടെ. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഇടാം. വെജിറ്റബിൾ എന്തൊക്കെയാ പറയാല്ലോ, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളി, ടൊമാറ്റോ പിക്കിൾ, പിന്നെ കുറച്ച് മല്ലിയില, ഇച്ചിരി മണത്തിനിരിക്കട്ടെ. അതെ, മൊത്തം വെടിച്ചും കിട്ടും. സൂപ്പർ. സാലഡ് കഴിക്കുന്ന ഇത് കഴിച്ചിട്ട് ആർക്കും ഒന്നും പറ്റാതിരുന്ന കൊള്ളാം. പക്ഷെ നമ്മളിത് റീല് കണ്ടതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സ്ക്യൂസ് ഓഫ് ലെമൺ. കൊള്ളാം കേട്ടോ, ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതെ കഴിച്ച് നാരങ്ങ തെറിച്ചുപോയി. മതി മാറ്റി പിന്നെ മിക്സ് ചെയ്യാം. നമുക്ക് എന്റെ കൈകൾ വെച്ച് മിക്സ് ചെയ്യാം. കൈ വൃത്തിയാക്കിയ കൈയാണ്. അപ്പൊ അത് സീനില്ല, നമ്മളല്ലേ ചെയ്തോ. ഓക്കെ, ഇനി അല്ലാണ്ട് ഇങ്ങനെ അടി കിടക്കുന്ന മസാലയൊക്കെ പറ്റി വരട്ടെ. ഇത് പറ്റി ഇതിന്റെ മണം വരുന്നു, പാനിപ്പൂരിയുടെ അടി എനിക്ക് വന്നത് നോക്കിയേ. മറ്റേ ഈ ടൊമാറ്റോ ഗാർലിക് ഒനിയനൊക്കെ വന്നതിന്റെ ആയിരിക്കും. കുറച്ച് പാനിപ്പൂരിയുടെ ടേസ്റ്റ്. മാഗി മസാലയൊക്കെ നമ്മൾ ഇട്ടോണ്ടായിരിക്കും. ഇപ്പിയുടെ മറ്റേ ഇതുണ്ട് വറുത്തത്, നല്ല രീതിയിൽ പൊടിക്കും. കൊള്ളാം കേട്ടോ സംഭവം. ഇളക്കി വരുമ്പോ കണ്ടോ ഗൈസ്, പൊന്നു പണി എടുക്കുവാണ് ഗൈസ്. കാരണം ഇണക്കാൻ കുറെ ടൈം എടുക്കും.
ഇളക്കിക്കൊണ്ടിരിക്കാനേ തോന്നില്ല. ഓക്കെ, ഇതപ്പോ എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. കൂടുതൽ ആൾക്കാരും ഇപ്പൊ ട്രൈ ചെയ്യാത്തവരെല്ലാം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. എന്റെ വീഡിയോ കണ്ടിട്ട് ഇനി വേണമെങ്കിൽ കുറച്ച് സോസ് ഒക്കെ ഡെക്കറേഷൻ ഒഴിക്കാം. നമുക്ക് ടേസ്റ്റ് നോക്കിട്ട് വേണം വേണ്ടെന്ന് ഒഴിക്കാം. ഓക്കെ, അപ്പൊ നാരങ്ങയൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒഴിക്കണം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. കഴിക്കാം. കാണിച്ചു സ്നാക്ക്. നമുക്ക് കഴിക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാവേ. കാണാൻ പറ്റില്ല. കുഴപ്പമില്ല. പയ്യെ പയ്യെ. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ ഗൈസ്. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ഓക്കെ, സൂപ്പറാണോ? ചോട്ടു സാറിന് കൊടുക്കാം. ചോട്ടു സാറോ? അവിടെ അവിടെ. ഒരു മഴ സമയത്തൊക്കെ നിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണത്. വൈകുന്നേരം നമ്മള് കഴിക്കുന്നല്ലേ. കുറച്ചുകൂടെ സോസ് കൊണ്ട് അടിപൊളിയാ. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ എന്തുണ്ടാക്കിയാലും വീട്ടിൽ കൊടുക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അങ്ങനൊന്നുമില്ല, നമ്മൾ ഇവിടെ എന്തുണ്ടാക്കിയാലും വീട്ടിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കൊടുക്കുന്നു. അവരെ വീഡിയോയിൽ ആഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ മെയിനായിട്ട് പറയാം. ഇതിന്റെ അടി വന്ന് ആരും കമന്റ് ചെയ്യില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനി നമുക്ക് കുറച്ച് സിനിമയൊക്കെ കണ്ട് തിന്നാം. ഓക്കെ, കമോൺ. പറഞ്ഞോ പൊന്നു. അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് നേരം TV കണ്ടു. പുറത്ത് നല്ല മഴക്കാറുണ്ട് ഇല്ലേ? മഴക്കാറൊന്നുമില്ല, മഴക്കോള്. ഞാൻ കാണിച്ചു തരാം. പുറത്തോട്ടിറങ്ങി കാണിക്കാം. കണ്ടോ, മൊത്തം ഇരുണ്ടടിച്ച് കിടക്കും. ഒരു 4-5 മണിയൊക്കെ ആയതേ ഉള്ളൂ കേസ്. മൊത്തം ഇരുട്ടായി കിടക്കും. പൊന്നു പൊന്നു ഗൈസ്, അപ്പൊ ഇനി ഞാൻ കുറച്ചേരം സ്നാക്സ് കഴിക്കട്ടെ. അപ്പൊ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. മഴയൊക്കെ അല്ലേ. ഓക്കെ, ബൈ.